ഇന്നത്തെ കാലത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞ വാക്ക് ആരോട് ചോദിച്ചാലും ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫാണ്. അതുപോലെ ഡിപ്രഷൻ എന്ന് പറയും എല്ലാത്തിനും. എനിക്ക് ഡിപ്രഷനാണ്. വാട്ട് യു മീൻ ബൈ ഡിപ്രഷൻ? ഒരു 40s വരെ ഇമോഷൻ കൊണ്ടായിരിക്കും ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഈ 40s കഴിയുമ്പം അതിനൊരു സഡൻ ഡിക്ലൈൻ പ്രാക്ടിക്കലി ചിന്തിച്ചു തുടങ്ങും. അറ്റ് ദ സെയിം ടൈം വാട്ട് ഹാപ്പൻസ് ടു മെൻ? നമ്മൾ ട്രാവൽ ചെയ്യുന്നു, ഓൺ ദ വേ എവിടെയോ എന്തോ ഭക്ഷണം കഴിക്കുന്നു, ഉറക്കം ശരിയാവുന്നില്ല. നമ്മളൊരു അലച്ചിലുള്ള ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ്. ഈ മെൻസൻട്രേഷൻ സ്റ്റേജിൽ ആ ടൈമിൽ അത്യാവശ്യം ദേഷ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നോർമൽ മൂഡ് ആയിരിക്കില്ല. നമ്മളൊക്കെ പല ഫേസിലൂടെ കടന്നു പോകുന്നത്. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല, അത് നോർമൽ അല്ല. ഈയിടെയായിട്ട് കണ്ടുവരുന്ന ട്രെൻഡാണ്. ഒരുപാട് പോസ്റ്റും ഉണ്ട്, ഫ്രണ്ട്സൊക്കെ അയച്ചു തരാറുണ്ട്. ഞാനും മൂഡിലായിരുന്നില്ല, മൂഡ് സ്വിങ്സോ. ആൺകുട്ടികൾക്ക് എന്താണ് മൂഡ് സ്വിങ്സ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് റീസൺ സ്പിരിറ്റിലെ ലെന എന്ന് പറയുന്ന ചേച്ചി വ്യക്തി ജീവിതത്തിലോട്ട് വരുമ്പം എന്തെങ്കിലും ഒരു റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? കുറെയൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴുള്ള എന്താണ് തോന്നിയത്? ബിക്കോസ് ഓറ, എനിക്ക് തോന്നുന്നു ലെന ചേച്ചിക്കും ഒരു നല്ലൊരു ഓറയുള്ള ഒരാളാണ്. ലാലേട്ടൻ എല്ലാവർക്കും വളരെ ഒരു വിസ്മയകരമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഹീസ് എ വെരി റെയർ സോൾ. നമ്മൾ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അതിനെ മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചിട്ടപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിമനോപോസ് എന്ന ബുക്കിലോട്ട് കടക്കുകയാണെങ്കിൽ ടൈറ്റിൽ തന്നെ പോസ് ടു എ വിമൻഹുഡ് എന്ന് പറയുന്നത് പോലെ തോന്നി. ബിക്കോസ് ഒരു ടിപ്പിക്കൽ വിമനിൽ നിന്നൊരു പോസ്. ഇത് വിമനോപോസ് എന്ന് പേരിടാൻ കാരണം മെനോപോസ് സ്ത്രീകൾക്കല്ലേ ഉണ്ടാവുന്ന, എന്നാൽ അതിനെ വിമനോപോസ് എന്ന് വിളിച്ചുകൂടെ എന്ന് പറയുന്നൊരു ജോക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതെന്നാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ടൈറ്റിൽ. പക്ഷേ ഇതിൻ്റെ ടാഗ് ലൈനിലുണ്ട്, ഇറ്റ്സ് എ മിഡ് ലൈഫ് ഗൈഡ് ഫോർ വിമൻ ആൻഡ് ദിയർ മെൻ. ബിക്കോസ് മിഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ഒരു 35 to 55, ആ ഏജ് ഗ്രൂപ്പിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് ശാരീരികമായിട്ടും മാനസികമായിട്ടും പേഴ്സണാലിറ്റി വൈസും അവരുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, അതായത് കോൺഷ്യസ്നെസ്സിൽ തന്നെ ഒരു വർദ്ധിപ്പ് ഉണ്ടാവുന്നുണ്ട്. അതേ സമയത്ത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഒരു വലിയൊരു എന്താ പറയുക, ഒരു സ്റ്റോം പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇൻസൈഡ് ദ വുമൺ. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ പെരിമെനോപോസ് എന്ന് ഈ അടുത്ത കാലത്ത് പറഞ്ഞു തുടങ്ങിയ ഒരു വേർഡാണ്. ഒരുപാട് പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പെരിമെനോപോസ്. ഇറ്റ് ഇസ് ജസ്റ്റ് പ്രീ മെനോപോസ്. മെനോപോസിന് 10-15 വർഷം മുമ്പ് തുടങ്ങുന്ന കുറേ ചേഞ്ചസ്. അപ്പോൾ ഈ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. വെയിറ്റ് കൂടുന്നു, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും വെയിറ്റ് കൂടുന്നു, ചില സമയത്ത് എക്സസൈസ് ചെയ്താലും വെയിറ്റ് കൂടുന്നു, ബോഡി പെയിൻസ്, ഫ്രോസൺ ഷോൾഡർ, കാഴ്ചയിലുള്ള പ്രോബ്ലംസ്, അതുപോലെ സ്കിന്നിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്ത്രീകൾ നോട്ടീസ് ചെയ്യാറുണ്ട്. ചിലവർ, എല്ലാവർക്കും എല്ലാ സിംറ്റംസും വരണമെന്നില്ല. അതുപോലെ മാനസികമായിട്ടുള്ള സിംറ്റംസ്, ഈ പറഞ്ഞ ബ്രെയിൻ ഫോഗ്, ഭയങ്കര ഒരു ഡിപ്രസീവ് ഫീലിംഗ്, അല്ലെങ്കിൽ ആങ്സൈറ്റി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, ഇറിറ്റബിലിറ്റി, അറ്റൻഷൻ ഇല്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ്, ബ്രെയിൻ ഫോഗ്, കൺഫ്യൂഷൻ, ഇതെല്ലാം വന്നിട്ട് മൂഡ് സ്വിങ്സും എല്ലാമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ചിലവരുണ്ട്. എന്നാൽ ചിലവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. വേറെ പലവർക്കും ഉറക്കമില്ലായ്മ, ഉറങ്ങാനേ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ എപ്പോഴും ഒരു ക്ഷീണം, എന്നാൽ ക്ഷീണമുണ്ട് പക്ഷെ ഉറങ്ങാനും പറ്റുന്നില്ല. ഇത് കൂടാതെ ബേസിക്കലി ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്, അതിനെ നമുക്ക് ശാരീരികവും മാനസികമായിട്ട് പറയാൻ പറ്റില്ല. ഒരു പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു ചേഞ്ച് വന്നിട്ട് അവർക്ക് അവർ തന്നെ ആരാണെന്ന് തിരിച്ചറിയാത്തൊരു ഫീലിംഗ് വരിക. അതായത് ഞാൻ എൻ്റെ പഴയ പോലത്തെ ആളല്ലല്ലോ, ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി പ്രോബ്ലം. ഇതൊക്കെ പെരിമെനോപോസിൽ ബയോ കെമിക്കൽ ചേഞ്ചസും ന്യൂറോ കെമിസ്ട്രി, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽസ് തമ്മിൽ ഓൾറെഡി ചേഞ്ച് വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്. അത് കൂടാതെ ഇതിനൊപ്പം വരുന്ന ഒരു പ്രോബ്ലം പല ഡെഫിഷ്യൻസീസാണ്. ആ ഡെഫിഷ്യൻസീസ് ആദ്യം നികത്തിയാലേ
നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാൻ പറ്റുള്ളൂ. വേർ പെരിമെനോപോസിൻ്റെ Okay. സിംറ്റംസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ടിപ്പിക്കൽ വിമൻ എന്ന് പറയുമ്പം നമ്മളൊരു ചെറിയ പ്രായത്തിലായിരിക്കും കല്യാണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ അവർ റിലേഷൻഷിപ്പിലാകുമ്പോഴും ഒരു പരിധി വരെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരുപാട് സഹനശക്തിയുള്ള ആളെന്നാണ് പറയുക അല്ലേ. ഭൂമിയോളം ക്ഷമിക്കും. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ എന്ത് പറഞ്ഞാലും ക്ഷമിക്കും. എനിക്ക് തോന്നുന്നു ബൈ ദ ടൈം ഒരു 1 year 2 year ആകുമ്പോഴേക്കും അതിലൊരു ചേഞ്ച് വന്നു. ഈ പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും കംപ്ലീറ്റ്ലി മാറി. നമ്മളൊക്കെ അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു നമ്മുടെ അമ്മമാർ. അവർ പണ്ട് കണ്ട ഒരു അമ്മയായിരിക്കില്ല നമുക്കൊരു 40 കഴിഞ്ഞിട്ട് നമ്മൾ അമ്മമാരെ കാണുന്ന സമയത്ത്. അതുവരെ അച്ഛൻ വീട്ടിൽ പുലിയും അമ്മ ഇലിയാണെങ്കിൽ നേരെ റിവേഴ്സാണ്. പിന്നെ അച്ഛൻ ഇലിയും അമ്മ പുലിയാവുന്ന സിറ്റുവേഷൻ അതൊക്കെ ഈ പെരിമെനോപോസിൻ്റെ ഭാഗമായിട്ടാണോ? അതെ, ബിക്കോസ് ഈ ഹോർമോൺസ് മാറുമ്പോഴാണ് നമ്മുടെ ഇങ്ങനത്തെ ഉള്ള ട്രേറ്റ്സും എല്ലാം മാറുന്നത്. ഓക്കെ. ഈ ക്ഷമയും സഹനവും എല്ലാം വരുന്നത് നമ്മുടെ ഹോർമോൺസ് നിന്നാണ്. ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇത് വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഈസ്ട്രജൻ്റെ ലെവൽ കുറയും, പ്രൊജസ്ട്രോണിൻ്റെ ലെവലൊക്കെ കുറയുമ്പോൾ സഹനശക്തി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്ന വ്യത്യാസം? എല്ലാത്തിനും തിരിച്ച് മറുപടി പറഞ്ഞു തുടങ്ങും. അല്ലെങ്കിൽ എന്തിന്, ഞാൻ എന്തിന് ഇത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് സ്വഭാവം മാറി എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ അവർ മനഃപൂർവ്വം ഞാനിപ്പം മാറണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. അപ്പോൾ ആ മാറ്റം മിക്ക സ്ത്രീകൾ തന്നെ അറിയുന്നില്ല അവരിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ടെന്ന്. എന്നിട്ട് ഈ മാറ്റത്തിന് പിന്നീട് അവർക്ക് കുറ്റബോധം വരികയാണ്. അയ്യോ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവരവരുടെ ദേഷ്യത്തിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് കഴിയുമ്പോൾ അവർ തന്നെ ഇരുന്ന് ഒരുപാട് സങ്കടപ്പെടും. അയ്യോ ഞാൻ എൻ്റെ ഫാമിലിയുടെ ലൈഫ് ചീത്തയാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ അറ്റ്മോസ്ഫിയർ മോശമാക്കുന്നു എന്നൊക്കെ. ഈ ഒരു ഓഫീസ് സ്പേസിലായിരിക്കാം, എവിടെയാണെങ്കിലും. അപ്പോൾ ഈ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇത് നാച്ചുറലാണ്. നമുക്കതിനെ നല്ല രീതിയിൽ ത്രൂ ഫങ്ഷണൽ മെഡിസിൻ, ത്രൂ ഡയറ്റ്, ത്രൂ സ്ലീപ്പ് അത് പ്രയോറിറ്റൈസ് ചെയ്ത് എക്സസൈസ് കറക്റ്റായിട്ട് സ്ത്രീകൾ പുരുഷന്മാരെ എക്സസൈസ് ചെയ്യുന്ന പോലെ ഡെയിലി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറ്റില്ല. നമ്മുടെ സൈക്കിൾസിനനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. സമയത്തിന് ഭക്ഷണം കഴിക്കണം. ആ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ബോഡിക്ക് കറക്റ്റായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത ഭക്ഷണമായിരിക്കണം. നമുക്ക് ഒരു ഫുഡ് കഴിക്കുമ്പോൾ ബ്ലോട്ടിങ് വരുന്നുണ്ടെങ്കിൽ ആ ഫുഡ് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞ കോൺഷ്യസ്നെസ് ഇതിലേക്ക് കൊണ്ടുവരണം. ബോധപൂർവം നമ്മൾ ബോധപൂർവം എല്ലാം ചെയ്തു തുടങ്ങണം. മറ്റേത് നമ്മളൊരു ഓട്ടോ പൈലറ്റിൽ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പെരിമെനോപോസിൽ സ്ത്രീകൾ ഓട്ടോമാറ്റിക്കലി ബോധപൂർവം ജീവിച്ചു തുടങ്ങിയാൽ അവരുടെ പേഴ്സണാലിറ്റി മാറും. പക്ഷെ അവർക്ക് തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി. ദാറ്റ് ഇത് കാരണമാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും നമ്മളോട് ദേഷ്യം ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്നൊരു കാര്യം എടുത്തു പറഞ്ഞാൽ ഇങ്ങനെ ഒരു മുഖത്തടിച്ച പോലെ പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെയെന്ന് അതിന് ഉത്തരവും പറയാനില്ലെങ്കിൽ ഇറ്റ്സ് വെരി കൺഫ്യൂസിങ്. അപ്പോൾ സ്ത്രീകൾക്കും കൺഫ്യൂസിങ് ആണ്, അവരുടെ കൂടെ ജീവിക്കുന്നവർക്കും കൺഫ്യൂസിങ് ആണ്. അതിനാണ് ഈ ബുക്ക് വിമനോപോസ് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ എഴുതിയത്. ബിക്കോസ് ചെറുപ്പത്തിൽ എൻ്റെ അമ്മയിൽ വന്ന മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ട് അത് അമ്മയ്ക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ആർക്കും അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതെപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു 43 ആയപ്പോൾ എനിക്ക് ആ സിംറ്റംസൊക്കെ വന്നു തുടങ്ങി. അപ്പോഴേക്കും ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് പേഴ്സണലി സംഭവിക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ ശരിക്കും നേരിടുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് ഇത് നേരിടുന്ന ആൾ തന്നെ വേണ്ട ഇത് തിരിച്ചറിയാനും. യെസ്, ഇത് ആക്ച്വലി ഒരുപാട് പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചുറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മളും കാണുന്നത് പഠിപ്പിക്കുന്നില്ലല്ലോ സ്കൂളിലോ കമ്മ്യൂണിറ്റിയിലോ സൊസൈറ്റിയിലോ. ആകെപ്പാടെ നമുക്കൊക്കെ അറിയുന്നത് ഈ മെൻസൻട്രേഷൻ സ്റ്റേജിൽ ആ ടൈമിൽ അത്യാവശ്യം ദേഷ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നോർമൽ മൂഡ് ആയിരിക്കില്ല. നമ്മളൊക്കെ പല ഫേസിലൂടെ കടന്നു പോകുന്നത്. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല, അത് നോർമൽ അല്ല. നമ്മുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റബിൾ ആവും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്കെന്തോ ഡെഫിഷ്യൻസീസ് ആ സമയത്ത് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. നമ്മുടെ പ്രൊജസ്ട്രോൺ ലെവൽസ് ലോ ആണ്. അപ്പം നമ്മൾ നമ്മുടെ ബോഡിയെ വേണ്ട പോലെ കെയർ ചെയ്താൽ അറിവോടുകൂടെ എങ്ങനെയാണ് ആ ഫേസിൽ നമ്മൾ നമ്മളെ നോക്കേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും നേരിടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ പണ്ടത്തെ സ്ത്രീകൾക്കൊന്നും ഈ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കാണല്ലോ ഈ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് അല്ലേ? ബിക്കോസ് പണ്ടത്തെ ആൾക്കാർക്ക് അവരുടേതായ ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്നു, ഓൺ ദ വേ എവിടെയോ എന്തോ ഭക്ഷണം കഴിക്കുന്നു, ഉറക്കം ശരിയാവുന്നില്ല. നമ്മളൊരു അലച്ചിലുള്ള ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് സ്റ്റൈലിൻ്റെ ആ ഡിഫറൻസ്. ലൈഫ് സ്റ്റൈൽ തന്നെ നോർമൽ അല്ല. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ്. ഓക്കെ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് വളരെ ക്യൂറേറ്റ് ചെയ്യണം. വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ ബോധപൂർവം
ജീവിച്ച് തുടങ്ങണം. അപ്പോൾ ലെന ചേച്ചി പറയുന്നത് പണ്ടത്തെ ആൾക്കാർക്ക് ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ന് ഈ പറയുന്ന പോലെ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും സ്ട്രെസ്ഡ് ഔട്ടാണ്, എൻ്റെ ലൈഫ് ബിക്കോസ് ഈ ടേംസ് സ്ട്രെസ്ഫുൾ ഒക്കെ ആണ്. എനിക്ക് തോന്നുന്നു ആൾക്കാർ വളരെ ലാഘവത്തോടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇപ്പൊ അതുകൊണ്ട് അല്ലേ? മാത്രമല്ല, ലൈഫിന്റെ സ്പീഡ് എന്താണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയില്ലായിരിക്കും, നിങ്ങൾ ഓൾറെഡി ജനിച്ചത് ഈ വളരെ ഫാസ്റ്റ് പേസ് വേൾഡിലേക്കായിരിക്കും. ഇപ്പം ഞാൻ 80s ജനിച്ച ഒരാളാണ്, ഞാൻ 81 ബോണാണ്. അപ്പോൾ 80s ലൈഫ് തന്നെ വളരെ പീസ്ഫുൾ ആൻഡ് സ്ലോവർ ആയിരുന്നു. ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ഇന്നത്തെ ലൈഫിൻ്റെ പേസ്, ഇപ്പം നമ്മുടെ അടുത്തേക്ക് ഇൻഫർമേഷൻ ഇങ്ങനെ നമ്മുടെ ഫോൺസിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് ഇൻഫർമേഷൻ ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലാണ് വരുന്നത്, ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വരും. അതെ. നിങ്ങളെ കണ്ടിന്യൂസ്ലി ലോക വാർത്തകൾ മുഴുവൻ നിങ്ങളെ വന്ന് ബൊമ്പാഡ് ചെയ്യുന്നില്ല. അതേപോലെ ഇത്രയും മോൾസോ കടകളോ എല്ലാം ഒന്നുമില്ല, എല്ലാം കുറച്ച് കുറച്ചേ ഉള്ളൂ. ലൈഫിൻ്റെ പേസ് വളരെ സ്ലോ ആയിരുന്നു. ഓക്കെ. ഞാൻ തന്നെ 80s കാര്യം തന്നെ പറയുമ്പോൾ ഇങ്ങനെയാണ്. 90s ലൈഫ് കുറച്ചുകൂടെ സ്പീഡപ്പായി, ഗ്ലോബലൈസേഷൻ വന്നു, നമ്മൾ കുറേ കൂടെ വേൾഡ് സിറ്റിസൻസ് ആയി. 2008 ഇൻ്റർനെറ്റ് സജീവമായി, എല്ലാവരും യെസ്. അതെ. ഓൺ ടു ദ ഇൻ്റർനെറ്റ് ആയി. അവിടെ നിന്ന് അങ്ങോട്ട് പോയ സ്പീഡ്, ഇനി AI കൂടെ വരുന്നു, ഇനിയും സ്പീഡ് കൂടാൻ പോവാണ് കാര്യങ്ങളുടെ. ഇതാ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഏതോ പുരാണ കാലഘട്ടത്തിലെ കാര്യമല്ല പറയുന്നത്. അതായത് 18th സെഞ്ച്വറിയോ അങ്ങനെയൊന്നല്ല പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, 80s തന്നെ എങ്ങനെയായിരുന്നെങ്കിൽ 70s വർ ഈവൻ സ്ലോവർ അല്ലേ? അങ്ങനെ എല്ലാം കുറവായിരുന്നു. ഇന്ന് നമ്മളെ ബൊമ്പാഡ് ചെയ്യുന്ന അത്ര ഇൻഫർമേഷൻ ഒരിക്കലും മനുഷ്യന്മാർ അപ്പോൾ നേരിട്ടിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഒക്കെ കൊണ്ടായിരിക്കുമോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ? അല്ല, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒരു വളരെ ഇൻഡിവിജ്വൽ പ്രോബ്ലമാണ്. അത് ഒരു വ്യക്തിയുടെ ഹോർമോണൽ ബാലൻസും അവരുടെ കെമിക്കൽ ഇംബാലൻസസ് കാരണമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അവരുടെ സൈക്കോളജി അതിലൊരു ഭാഗമാണ്, അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ അതിൽ വരുന്നുണ്ട്, അവരുടെ ജെനറ്റിക്സ് അതിൽ വരുന്നുണ്ട്. അതൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞ വാക്ക് ആരോട് ചോദിച്ചാലും ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫാണ്. അതുപോലെ ഡിപ്രഷൻ എന്ന് പറയും എല്ലാത്തിനും. എനിക്ക് ഡിപ്രഷനാണ്. വാട്ട് യു മീൻ ബൈ ഡിപ്രഷൻ? ഒരു ഡിപ്രഷൻ പോയ വ്യക്തി ഒരിക്കലും ആ വാക്ക് അങ്ങനെ യൂസ് ചെയ്യില്ലെന്ന് തോന്നുന്നു. അതെ, ശരിക്കുള്ള ഡിപ്രഷനിലൂടെ കടന്നുപോയ ആൾക്കേ അറിയുള്ളൂ. ബിക്കോസ് ഡിപ്രഷൻ എന്ന് പറയാൻ പോലെയുള്ള എനർജിയും ഡിപ്രഷൻ നോട്ട് ആക്ച്വലി ലുക്സ് ലൈക്ക് ഡിപ്രഷൻ എന്നാണ്. ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതെ, പലപ്പോഴും ആൾക്കാർ അത് പുറത്തേക്ക് എന്താ പറയുക, ക്യാമോഫ്ലാജ് ചെയ്യാൻ വേണ്ടി, പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി അവർ അതിനെ, ഇപ്പോൾ റോബിൻ വില്യംസ് എന്ന് പറഞ്ഞ ആക്ടർ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. ഏറ്റവും കൊമീഡിയൻ ആയിട്ടുള്ള റോൾസ്, മിസ്സിസ് ഡൗട്ട് ഫയർ എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ ചെയ്ത് കൊമീഡിയൻ ആയിട്ട് അഭിനയിക്കുമ്പോൾ അകത്ത് ആള് വർഷങ്ങളായിട്ട് ഡിപ്രഷൻ നേരിട്ടുകൊണ്ടിരുന്ന ആളാണ്. സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, ഈ വിമനോപ്പസ് എന്നുള്ള ബുക്കിനോട് കൂട്ടിച്ചേർത്ത് പറയാണ്, ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് വികാര ജീവികളാണെന്ന് പറയും. അതായത് ലൈക്ക് അവർ ഒരുപാട് എന്താ പറയുക, ഇമോഷണൽ ആയിരിക്കും കൂടുതൽ. ഒരു 40s വരെ ഇമോഷൻ കൊണ്ടായിരിക്കും ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഈ 40s കഴിയുമ്പം അതിനൊരു സഡൻ ഡിക്ലൈൻ പ്രാക്ടിക്കലി ചിന്തിച്ചു തുടങ്ങും. അറ്റ് ദ സെയിം ടൈം വാട്ട് ഹാപ്പൻസ് ടു മെൻ ആഫ്റ്റർ 40s അക്കോർഡിംഗ് ടു യു? 40s എന്നായിരിക്കില്ല. ഇപ്പം മെന്നിൻ്റെ സെയിം ആൻഡ്രോപോസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വേർ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയുന്നത് കുറച്ചും കൂടെ ലേറ്റർ ആയിരിക്കും ചിലപ്പോൾ. പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ആക്ച്വലി എല്ലാവരുടെ ഏജ് ഏർലിയർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈവൻ വിമൻ ആർ ഹാവിങ് മെനോപോസ് ഏർലിയർ, മെൻ ആർ ഹാവിങ് ആൻഡ്രോപോസ് ഏർലിയർ. ബിക്കോസ് ഇപ്പോഴത്തെ ടോക്സിക് ലൈഫ് സ്റ്റൈലും നമ്മുടെ മണ്ണിലും വെള്ളത്തിലും എയറിലും എല്ലാം ഇംപ്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട്. പക്ഷേ മെൻ ജനറലി ഹാവ് ആൻഡ്രോപോസ് സ്ലോവർ. കുറേയും കൂടെ കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾക്ക് മെനോപോസ് ഉണ്ടാകുന്ന അതേ ഏജിലല്ല പുരുഷന്മാർക്ക് ആൻഡ്രോപോസ് ഉണ്ടാകുന്നത്. പക്ഷെ അവർക്കും ഈ പറഞ്ഞ സ്ട്രെങ്ത് കുറയുന്നു, ഇറിറ്റബിലിറ്റി വരുന്നു, ഒരു ബേസിക്കലി ഒരു ലാക്ക് ഓഫ് എനർജി ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന അവരുടെ പ്രിഡോമിനൻ്റ് ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞാൽ ഇതൊക്കെ വരും. എപ്പോഴും പറയും ഫീമെയിൽസിൻ്റെ, അതായത് പെൺകുട്ടികളുടെ ആരോഗ്യത്തിനെ കുറിച്ചും മെൻസസിനെ കുറിച്ചും ഇതിലുണ്ടാവുന്ന സിറ്റുവേഷനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞങ്ങളും ഈയിടെയായിട്ട് കണ്ടുവരുന്ന ട്രെൻഡാണ്, ഒരുപാട് പോസ്റ്റും ഉണ്ട്, ഫ്രണ്ട്സൊക്കെ അയച്ചു തരാറുണ്ട്. ഞാനും മൂഡിലായിരുന്നില്ല, മൂഡ് സ്വിങ്സ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു മൂഡ് സ്വിങ്സോ, ആൺകുട്ടികൾക്ക് എന്താണ് മൂഡ് സ്വിങ്സ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് റീസൺ ഞാൻ കരുതി നോർമൽ മൂഡ് സ്വിങ്സ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, മനുഷ്യരല്ലേ, അല്ലാതെ പെൺകുട്ടികൾ പോകുന്ന അതേ സ്റ്റേജ് ആൺകുട്ടികളും പോകുന്നുണ്ട്. അവർ എക്സ്പ്രസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അവർ സെയിം ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നില്ല. ബിക്കോസ് അവരുടെ ഹോർമോണൽ സൈക്കിൾ ജനറലി ഒരു 24 hour സൈക്കിളാണ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു സൈക്കിൾ 24 hours
ഒരു റീസൈക്ലിംഗ് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹോർമോണാണ്. ഓക്കെ. വേറെ സ്ത്രീകൾ കടന്നു പോകുന്ന ഒരു 28 ഡേ സൈക്കിളിലൂടെയാണ്. അപ്പോൾ ഡേ 1 നേരിടുന്ന ഹോർമോണൽ സിറ്റുവേഷൻ അല്ല ഡേ 5 നേരിടുന്നത്. അതെ. അപ്പോഴേക്കും ഈസ്ട്രജൻ്റെ ലെവല് കൂടി, ഡേ 10 ആയപ്പോൾ കുറഞ്ഞു തുടങ്ങി, ഡേ 14 ആയപ്പോൾ കുറഞ്ഞു, പ്രൊജസ്ട്രോൺ കൂടി. അപ്പോൾ ല്യൂട്ടിയൽ ഫേസ് എന്ന് പറഞ്ഞ 14 ഡേയ്സ്, ഫോളിക്കുലർ ഫേസ് എന്ന് പറഞ്ഞൊരു 14 ഡേയ്സ്, അങ്ങനെ 28 ഡേ സൈക്കിളിലൂടെയാണ് സ്ത്രീകൾ പോകുന്നത്. ഓക്കെ. അപ്പോൾ അവരുടെ ഹോർമോൺസ് മാറുന്നതനുസരിച്ച് അവരുടെ മൊത്തത്തിലുള്ള ബോഡി, മൈൻഡ്, എനർജി എല്ലാം മാറും. ഒരു കടൽ പോലെയാണ്. വേറെ പുരുഷന്മാരുടെ ജീവിതം സൺറൈസ് സൺസെറ്റ് പോലെയാണ്. എല്ലാ ദിവസവും ശരി. ഉണ്ടാവുന്ന ഒരു സൈക്കിളാണ്. നമ്മുടെ ഒരു മാസം കൊണ്ടുണ്ടാവുന്ന സൈക്കിളാണ്. ഓക്കെ. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. പക്ഷെ മൂഡ് സ്വിങ്സ് സ്ത്രീകൾക്കും ഉണ്ടാവാം, പുരുഷന്മാർക്കും ഉണ്ടാവാം. പക്ഷെ മൂഡ് സ്വിങ്സ് ആർക്കും ഉണ്ടാവേണ്ട ആവശ്യമില്ല, അവർ പൂർണ്ണ ആരോഗ്യത്തിലാണെങ്കിൽ. നിങ്ങളുടെ ബോഡി 100% ഹെൽത്തി അല്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ പ്രോബ്ലംസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് ശാരീരികമായിട്ടുള്ളൊരു പ്രോബ്ലം ആണോ. അതിനാണ് ബ്ലഡ് ടെസ്റ്റും ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സും. ഇതെല്ലാം നമ്മുടെ ഡയറ്റും ഒക്കെയാണോ, നമ്മുടെ എക്സസൈസും ഒക്കെയാണോ, ഓക്കെ. നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഉറക്കം ശരിയാവുന്നുണ്ടോ, ഇതൊക്കെയാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ. ഇതൊന്നും ശരിയാവുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലമിൻ്റെ കാരണം വേറൊരു വ്യക്തിയോ വേറൊരു സിറ്റുവേഷനോ എന്തോ ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ. ഇനി ഇൻഡ്യൂഷൻ, ഒരുപാട് ഈ വാക്ക് നമ്മൾ ലെന ചേച്ചി യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ഒരു ഫിലിം തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളതും എല്ലാം ചേച്ചിക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലും. ഇൻഡ്യൂഷനെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ഇൻറ്റ്യൂഷൻ? ഇൻഡ്യൂഷൻ എന്ന് പറയാൻ അക്കോർഡിംഗ് ടു മീ, എനിക്ക് ചില കാര്യങ്ങൾ നേരത്തെ തോന്നാറുണ്ട്. ഓക്കെ, ഇതിങ്ങനെ സംഭവിക്കാം. അതായത് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിങ്ങനെ ആയിരിക്കാം എന്നെനിക്ക് തോന്നാറുണ്ട്. എൻ്റെ പല ഇൻഡ്യൂഷനും ശരിയായിട്ടുണ്ട്. നമുക്ക് മുൻകൂട്ടി ഒരു അറിവ് കിട്ടുന്നത് ഒരു കാര്യം നടക്കുമ്പോഴല്ല, അതിന് മുമ്പേ തന്നെ നമുക്ക് ആ എനർജി സെൻസ് ചെയ്യാനും, ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റ്യൂഷനാണ്. ഇപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നൊരു ഇൻറ്റ്യൂഷനാണ്. അതുപോലെ ഇൻറ്റ്യൂട്ടീവ്ലി ഒരു കാര്യം അറിയുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ അറിവ് ഉപയോഗിച്ച് കിട്ടാത്ത ഉള്ളിൽ നിന്നുള്ള ഒരു ആന്തരികമായിട്ടുള്ള ഒരു അറിവ്. സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുന്നത് പോലെ. സെൻസ്, ഇൻറ്റ്യൂഷൻ സിക്സ്ത് സെൻസ് ആണ്. എല്ലാ വ്യക്തികൾക്കും ഇൻഡ്യൂഷൻ ഉണ്ടാകുമോ? ഇല്ല. ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. ചിലവർക്ക് നാച്ചുറലി ജന്മന ഇൻറ്റ്യൂഷൻ കൂടുതലുള്ളവരുണ്ട്. ചിലവർ അത് പഠിച്ചെടുക്കുന്നവരുണ്ട്. അത് കൂടുതൽ അത് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന അതിന് കഴിവ് കൂടും. അത് എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്രത്തോളം അത് കൂടി വരും. ബിക്കോസ് നമ്മൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഇൻറ്റ്യൂഷൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്സ്. അപ്പോൾ ലെന ചേച്ചിയുടെ നമ്മുടെ ഫിലിമിൽ ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മുടെ സിനിമയിലെ കരിയർ എന്നുള്ളതിൽ ഇൻഡ്യൂഷനിൽ പറയുകയാണെങ്കിൽ? മലയാള സിനിമ തന്നെ വലിയ ചേഞ്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ റോൾസ് ഇപ്പോഴും സ്റ്റഡി ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല റോൾസ് പോലെ തന്നെയാണ് വരുന്നത്. ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ ഭൗമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഞാൻ കുറച്ചുകൂടെയും എന്താ പറയുക, നമ്മൾ എക്സ്പെക്റ്റഡ് അല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ ജനറലി നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ ഈ സിനിമയും OTTയും ഒക്കെ തമ്മിലുള്ള ഒരു ചേഞ്ച് ഓവറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് തന്നെ ഒരുപാട് മാറുമായിരിക്കും. പിന്നെ സീരീസ് വളരെ സജീവമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് കണ്ടറിയണം. ബിക്കോസ് ഇനി AI-യുടെ വരവോടുകൂടി ഇത് എങ്ങനെ മാറും എന്നുള്ളത് ഇൻറ്റ്യൂട്ടീവ്ലി പോലും പറയാൻ പറ്റാത്ത ലെവലിലുള്ള സ്പീഡിലുള്ള ചേഞ്ചസ് ആണ് നടക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ലെന ചേച്ചി വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ ചിന്തിക്കുക. അപ്പോൾ ഒരു മൂവി ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ആവാഹിച്ച് നമ്മൾ അതിലെ ചിന്തകളും ആ ക്യാരക്ടറായി മാറുമ്പോൾ തിരിച്ച് ലെന എന്ന വ്യക്തിയിലോട്ട് ആ ക്യാരക്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ തിരിച്ച് ലെനയിലോട്ട് വരാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എനിക്ക് ആ ക്യാരക്ടർ മേക്കപ്പും ഹെയറും ആ വേഷത്തിലേക്ക് കയറിയാൽ മാത്രം ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ മാത്രമേ ഞാൻ ആ ക്യാരക്ടർ ആവാറുള്ളൂ. ഓക്കെ. എനിക്ക് കട്ടെന്ന് കേട്ട ഉടനെ ഞാൻ തിരിച്ച് വീണ്ടും ലെന തന്നെയാണ്. ഇപ്പം ലെന ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മറന്നിട്ടും എന്തിനോ എന്നുള്ള സോങ് ആണ്. അത് ഒരുപാട് പേരെ ഇപ്പം എപ്പോഴും ലെന ചേച്ചിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥാപാത്രത്തിനെ കുറിച്ചായിരിക്കും? അതെ, ഇപ്പോൾ മറന്നിട്ടും എന്തിനോ എന്നുള്ള സോങ്ങാണ് എപ്പോഴും എല്ലാവരും പറയുക. പിന്നെ
പലവർക്കും പല ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ഇഷ്ടം. ചിലവർക്ക് എന്ന് നിൻ്റെ മൊയ്തീനിലെ പാത്തുമ്മയായിരിക്കും, ചിലവർക്ക് വിക്രമാദിത്യനിലെ അമ്മ ക്യാരക്ടറായിരിക്കും, ചിലവർക്ക് ട്രാഫിക്കിലെ റോളായിരിക്കും, ചിലവർക്ക് സ്പിരിറ്റിലെ ക്യാരക്ടറായിരിക്കും, ചിലവർക്ക് ലെഫ്റ്റിലെ ക്യാരക്ടറായിരിക്കും, ചിലവർക്ക് ഇപ്പോൾ ഈ ചെയ്ത എന്നാലും എൻ്റെ അളിയ എന്ന് പറഞ്ഞൊരു കോമഡി ക്യാരക്ടറായിരിക്കും. അപ്പം എനിക്ക് ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്തതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ചേച്ചി സ്പിരിറ്റിലെ ലെന എന്ന് പറയുന്ന ചേച്ചി വ്യക്തി ജീവിതത്തിലോട്ട് വരുമ്പം എന്തെങ്കിലും ഒരു റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് ചേച്ചി കുറേയൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് സുപ്രിയ രാഘവൻ എന്ന് പറയുന്ന. അതെ, അത് ലാലേട്ടനെ ഒരു ഫ്രണ്ടായിട്ടാണ് അതിൽ വീണ്ടും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുൻ ഭർത്താവ് ഇന്നും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പലർക്കും അത് സാധിക്കാറില്ല. ഒരു റിലേഷൻഷിപ്പ് തുടക്കത്തിൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോയതെങ്കിൽ പിരിയുമ്പോഴും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പിരിയാൻ സാധിക്കണം, പിന്നീട് ഒരു സുഹൃത്തുക്കളായിട്ട് തുടരാൻ സാധിക്കണം. പലർക്കും അത് പറ്റാറില്ല. പക്ഷെ ലെന ചേച്ചി അത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അതുപോലെയായിരുന്നു. അതെല്ലാവർക്കും പറ്റണമെന്നില്ല, അത് കാണിച്ചു തന്നു എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, എൻ്റെ ഭാഗ്യം. അത് നമുക്ക് ഒരിക്കലും അതൊരു റിലേഷൻഷിപ്പും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ ആ ഫിലിമിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴുള്ള എന്താണ് തോന്നിയത്? ബിക്കോസ് ഓറ എനിക്ക് തോന്നുന്നു ലെന ചേച്ചിക്കും ഒരു നല്ലൊരു ഓറയുള്ള ഒരാളാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഓറയുടെ കാര്യം നമ്മൾ വളരെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഒരു പ്രത്യേകതരം ഓറയാണ് ലാലേട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ. നമ്മൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളെ തന്നെ മറന്നു പോകുന്നൊക്കെ പറയുന്ന പോലെ ലെന ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അത്? ലാലേട്ടൻ എല്ലാവർക്കും വളരെ ഒരു വിസ്മയകരമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള, വളരെ ഹൈ എനർജിയുള്ള ഒരു വളരെ പ്രത്യേക വ്യക്തിയാണ്. സോ ഹീസ് എ വെരി റെയർ സോൾ. അപ്പം അഫ്കോഴ്സ് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം അദ്ദേഹത്തിൻ്റെ ഒരു എനർജി ആ സെറ്റിൽ മുഴുവനും എല്ലാവർക്കും ഉണ്ടാവും. ബിക്കോസ് ലാലേട്ടൻ സെറ്റിലേക്ക് വന്നാൽ തന്നെ എല്ലാവരും വേറൊരു എനർജി ഫീൽഡിലായിരിക്കും. സോ ഐ തിങ്ക് ഇറ്റ്സ് അമേസിങ്. ആളുടെ ഒരു രീതി, ആളുടെ ഒരു രീതി എല്ലാത്തിലേക്കും വരും. ഇപ്പൊ നമ്മൾ പുള്ളിയെ പറ്റി പറയുമ്പോൾ തന്നെ ഇറ്റ്സ് അമേസിങ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മളെ യൂസ് ചെയ്ത് പോകും. പുള്ളി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വേർഡാണ്. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളോടൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ വിമനോപോസിൻ്റെ ബുക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു, പ്രൊമോഷൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ തന്നെ എന്നോട് തന്നെ ഒരാൾ ചോദിച്ചാൽ ഞാൻ എത്ര ഈസി ആയിട്ടായിരിക്കും അത് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുകയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇത്രയും വലിയൊരു സ്റ്റാറായിട്ടും ഇത്രയും ഒരു ഹമ്പിളായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ബിക്കോസ് അത്രയും ഒരു സ്പിരിച്വൽ പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മകഥയിൽ ആമുഖം എഴുതിയിട്ടുള്ളത് ലാലേട്ടനാണ്. അതുപോലെ ഓഷോയുടെയും എഴുതിയിട്ടുണ്ടായിരുന്നു, മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക്. ലാലേട്ടനാണ് ഓഷോന്റെ പല ബുക്സും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ ലെന ചേച്ചിയെ സ്റ്റിൽ ലുക്കിംഗ് വെരി യങ്. ഇപ്പോൾ 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈക്ക് ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരിക്കലും മനസ്സിലാവില്ല. ആൻഡ് തോട്ട് വൈസ് യു ആർ മച്ച് എൽഡർ. എനിക്ക് ചെറുതല്ല, വലുതാണ്, ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. തോട്ട് വൈസ് ഞാൻ ഏൻഷ്യൻ്റ് ആണ്. അതെ. അപ്പോൾ ഓക്കെ. പക്ഷെ നമ്മൾ ഒരുപാട് അമ്മ കഥാപാത്രം ചെയ്ത്, ഇപ്പം എന്നും നിൻ്റെ മൊയ്തീനിലാണെങ്കിലും ട്രാഫിക്കിലാണെങ്കിലും ഒരുപാട് അമ്മ കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ചേച്ചിയുടെ പ്രായത്തിൽ ലൈക്ക് 31 ഒക്കെ ആയപ്പോഴായിരുന്നു അത് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ചേച്ചിക്ക് ആക്ച്വലി ഒരു യങ് ക്യാരക്ടർ ചെയ്യണം എന്നുണ്ടായിട്ടില്ലേ? ഇല്ല, ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഞാനല്ലല്ലോ, അത് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പോൾ അത് ഏത് പ്രായത്തിലായാലും ഏത് രൂപത്തിലായാലും എങ്ങനെയായാലും ഇറ്റ് ഈസ് ജസ്റ്റ് എ ചാൻസ്. വേറൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. അല്ലാതെ നമുക്കിപ്പോൾ നല്ല ഭംഗിയായിട്ട് വളരെ യങ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയാൽ മതി. നല്ലൊരു പോർട്ട്ഫോളിയോ ഫോട്ടോഷൂട്ട്, നല്ലൊരു ഡ്രസ്സിൻ്റെ ഷൂട്ട്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ എപ്പോഴും കുറേ ആഡ്സ് ചെയ്യുന്നവർക്ക് ദേ ഹാവ് ടു ഓൾവേസ് ലുക്ക് യങ് ആൻഡ് ബ്രൈറ്റ് അല്ലേ. പക്ഷേ എനിക്കൊരു നല്ല ക്യാരക്ടർ ആർട്ടിസ്റ്റാണ് ഞാൻ ഹീറോയിൻ ആവാൻ വേണ്ടി അല്ല നടന്നിട്ടുള്ളത്. ചെറിയ പ്രായം മുതലേ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യണം. അപ്പോൾ അതിൽ ഏത് പ്രായമായാലും ഏത് രൂപം ആയാലും എങ്ങനെയായാലും അതിൻ്റെ എത്രത്തോളം ചേഞ്ചസ് വരുന്നു അത്രയും സന്തോഷം. അപ്പോൾ നമുക്ക് ലെന ചേച്ചിനെ ഇനിയും ഒരുപാട് സിനിമയിൽ പ്രതീക്ഷിക്കാൻ? തീർച്ചയായും. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 3-4 പടങ്ങളുണ്ട് റിലീസിന്. അടുത്ത 2-3 സിനിമകൾ ഓൾറെഡി ഷെഡ്യൂൾഡാണ് ഇനി ഷൂട്ടിന്. ഓക്കെ. അപ്പോൾ അത് നല്ല രീതിക്ക് ആക്ടിങ് കരിയർ മുന്നോട്ട് എന്തായാലും കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം.
അതെൻ്റെ ഒരു എന്താ പറയുക, ഗോഡ് ഗിവൺ ഗിഫ്റ്റാണ്, അതൊരിക്കലും കളയാൻ പറ്റില്ല. പിന്നെ അതാണ് എൻ്റെ ഫൗണ്ടേഷൻ. എൻ്റെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആക്ട്രസ്, സെക്കൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് ഓത്തർ എന്നാണ്. ഇനി ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ലെന ചേച്ചിയുടെ മുഖത്ത് ഈ ഹാപ്പിനെസ്സിന് പിന്നിൽ പ്രശാന്തേട്ടന് ഒരുപാട് തീർച്ചയായും തീർച്ചയായും എന്നോട് ഒരുപാട് പേര് എന്നിലുള്ള മാറ്റം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ലെന ഇങ്ങനെ അല്ലായിരുന്നു, ലെന ഇപ്പോൾ വളരെ സെറ്റിൽഡായി, കാമായി, വളരെ ഫെമിനൈനായി, അതുവരെ ഭയങ്കര ബോൾഡ് ആൻഡ് ഭയങ്കര മാസ്കുലിൻ ആയിട്ടുള്ളൊരു എനർജിയിലായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ശരിയാണ്. ഒന്ന്, പ്രായത്തിൻ്റെയും നമ്മുടെ ബോഡി തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കും നമ്മൾ സ്ത്രീയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് പെരിമെനോപോസ്. അത് മാത്രമല്ല മാരേജ് ആൻഡ് അതിൽ തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ലൈഫിലെ പുരുഷൻ എനിക്കാവേണ്ട വരുന്നില്ല. ഞാനിപ്പോൾ സിംഗിളല്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ ആ റോൾ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് എൻ്റെ ഫെമിനിറ്റിയിൽ ജീവിക്കാം. അതെ, ഇപ്പൊ സോളോ ട്രിപ്പ് പോകുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇഷ്ടപ്പെടുന്നത് ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നതും എൻജോയ് ചെയ്യുന്നതും. ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് സ്പേസ്. എൻ്റെ ജീവിതത്തിലെ ഈ കാലഘട്ടം ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്പേസാണ്. അതാണ് ഈ പ്രാവശ്യം മലയാളത്തിൽ വിമനോപോസിൻ്റെ മലയാളം DC ബുക്സ് ഇറക്കുന്നത്. ഓൾറെഡി 2ാം പതിപ്പിലാണ്. ഇതാണ് കവറ്. അപ്പോൾ ഇതെൻ്റെ ആ മാസ്കുലിൻ സൈഡിലുണ്ടായിരുന്ന എൻ്റെ ഫേസ്. ഇത് 2 years, ഇത് 2024. ഓക്കെ, കല്യാണത്തിൻ്റെ ആ ടൈമിൽ. ഇതിപ്പോൾ ഈ വർഷത്തെ ഫോട്ടോ ആണ്, 2026. ആ 2 yearsലുള്ള ചേഞ്ച് നമുക്ക് കാണാം, ആ ഫെമിനിറ്റി വന്നത്. അപ്പം ഇതെല്ലാം ഈ ബുക്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടെ കുറേ സിമ്പിളായിട്ടുള്ള പോംവഴികൾ എങ്ങനെ ഇതിലൂടെയൊക്കെ കടന്നു പോവാം. അത് കൂടാതെ ഈ ബുക്കിൽ ഞാൻ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഡോക്ടേഴ്സ് എന്നുള്ള ലെറ്റേഴ്സാണ്. എൻ്റെ ഡോക്ടേഴ്സും ഒരു ഗൈനക്കോളജിസ്റ്റും 2 ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സും ഈ ബുക്കിൽ ചാപ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അതായത് ലെറ്റേഴ്സ് ഫ്രം ദി എക്സ്പേർട്സ്. അപ്പം നമുക്ക് ഡോക്ടേഴ്സ് പറയുന്ന ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് വളരെ ഒത്തൻറ്റിക് ആയിട്ട്, ചിലവർക്ക് ഡോക്ടർ പറഞ്ഞതല്ലെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ എഴുതിയ ലെറ്റേഴ്സ് ടു ദ വായനക്കാർക്ക് ഡോക്ടേഴ്സ് എഴുതിയ ലെറ്റേഴ്സ് ഇതിലുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ചാപ്റ്റർ എൻഡിൽ എഴുതിയിട്ടുണ്ട്. നൈസ്. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ചില്ലറ സപ്പോർട്ടല്ല. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ചേച്ചി ചിന്തിക്കുന്നതിലും ഒരു പിടി മേലെയാണ് ഹസ്ബൻഡ് ചിന്തിക്കുന്നത്, പക്ഷെ അതിലോട്ട് ചെന്നിട്ടില്ല, അതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. സോ ഇതേ ചിന്താഗതിയിലുള്ള ഒരാളാണ്. വളരെ സിമിലർ ആയിട്ടുള്ള ചിന്താഗതികളാണ്. അതേപോലെ എൻ്റെ ഏറ്റവും നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ വിമനോപോസ് എന്ന ഈ ബുക്കിൻ്റെ പ്രീ ഓർഡർ ഓപ്പൺ ചെയ്തത് വിമൻസ് ഡേനാണ്. അപ്പോൾ ഹസ്ബൻഡാണ് അത് ലോഞ്ച് ചെയ്തത്. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ആ ഹാപ്പിനെസ്, ഈ ഒരു ഫേസ് ഇതിങ്ങനെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് സന്തോഷം ചേച്ചിയെ വളരെ ഹാപ്പി ആയിട്ട്. ദ മോസ്റ്റ് പ്രെറ്റി ഫേസ് ഐ ഗസ്. എനിക്ക് വളരെ ഇപ്പം കണ്ടു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ഫെമിനിൻ ടച്ച്. അതിനൊരു വലിയ പങ്ക് പാർട്ട്ണറിനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സോ ആഫ്റ്റർ 40s ലൈഫ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ഓരോ വിമനും ആഫ്റ്റർ 40s ആണ് ലൈഫ്, അല്ലേ? അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കണം. എന്നാൽ പിന്നെ റിയലി ലൈഫ് ടേക്സ് ഓഫ് ആഫ്റ്റർ 40s. ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് താരതമ്യം ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വിത്ത് ഹോർമോണൽ സപ്പോർട്ട്, വിത്ത് നമ്മുടെ സപ്ലിമെൻറ്റ്സിൻ്റെ സപ്പോർട്ടിലൊക്കെ നമുക്കിത് ചെയ്യാം. ഇംഗ്ലീഷ് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ആൻഡ് DC ബുക്സിൽ നിന്ന് അവരുടെ എല്ലാ ബുക്ക് സ്റ്റോഴ്സിലും ബുക്ക് അവൈലബിൾ ആണ്. ആൻഡ് DC ബുക്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഐ ഗസ് ഈ ബുക്ക് കേവലം പെൺകുട്ടികളോ അല്ലെങ്കിൽ വിമൻസ് മാത്രമല്ല, എസ്പെഷ്യലി അവരുടെ പാർട്ട്ണർ തീർച്ചയായും വായിച്ചിരിക്കണം. ബിക്കോസ് പുരുഷന്മാർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, അവർക്ക് സ്ത്രീകളെ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്, സ്ത്രീകളെ മനസ്സിലാവുന്നില്ല. അപ്പോൾ എങ്ങനെ അവർ മനസ്സിലാക്കി കൊടുക്കും, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പോൾ സ്ത്രീകൾക്ക് ഒന്നല്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഈ ബുക്ക് ടേബിളിൽ വെറുതെ വെച്ച് എവിടെയെങ്കിലും വെച്ച് പോയാൽ മതി. എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഹസ്ബൻഡ് വായിക്കും. അതെ, ഒരു അവസ്ഥ കൊണ്ട് വായിച്ചോളും. യൂഷ്വലി കൺഫ്യൂഷൻ കാരണം നമ്മൾ വായിക്കുകയും ആൻസേഴ്സ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. സോ ഞാൻ ഈ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയുകയാണ്, നമ്മൾക്ക് ലെന എന്നുള്ള ആക്ട്രസിനെ മാത്രമല്ല തീർച്ചയായും ഓദറിനെ ഇനിയും കാണേണ്ടതുണ്ട്. ബിക്കോസ് ഒരുപാട് ടോപ്പിക്സ് നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്ത് പറയാൻ മടിക്കുന്ന ടോപ്പിക്സ്
എന്നെ ചേച്ചിയിലൂടെ പുറത്തോട്ട് വരുമ്പം ഒരുപാട് സന്തോഷം, ഒരുപാട് ഇനി എഴുതുക. താങ്ക് യു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഇരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.